ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ മഞ്ചേരിക്കടുത്തുള്ള ചോലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് പോകാനുള്ളത്. ചെറിയൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഉമ്മയുടെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ആദ്യം പോയിട്ടോ. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു പഴയ വീടായിരുന്നു. ശരിക്കും ഒരു പഴയ കാലത്ത് നല്ലൊരു പണക്കാരുടെ വീടൊക്കെ പറഞ്ഞാൽ നല്ല സൗകര്യങ്ങളുള്ള വീടിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ഒരു വീടിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കൂട്ടോ. കാരണം അത്രക്കും സൗകര്യത്തിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ചോലക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ മഞ്ചേരിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതായത് ഞങ്ങൾ താമസിക്കുന്ന തോട്ടുപോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇത് ചോലക്കലെത്തി. ഇവിടെയാണെങ്കിൽ നല്ല ബിസിനസ്സാണ് കേട്ടോ. അതായത് വെജിറ്റബിൾ ആയിട്ടും ചന്ത മാർക്കറ്റൊക്കെ പറയില്ല, അതുപോലെ ബുധനാഴ്ചയൊക്കെ ആകുമ്പോൾ നല്ല വെജിറ്റബിളിൻ്റെതായിട്ട് ഒരു ഭാഗത്താണെങ്കിൽ ഫിഷിൻ്റെ നല്ല അടിപൊളി ഒരുപാട് ഐറ്റംസിലുള്ള മീനുകൾ കണ്ടി നല്ല തിരക്കാണ്. എല്ലാ ഐറ്റംസ് മീനുകളും നല്ല സജീവമായി ഇവിടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ്ങിലാണ് കേട്ടോ കാര്യമായിട്ട് ഇവിടുത്തെ പരിപാടികൾ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ മീനൊക്കെ എല്ലാവരും വാങ്ങാനൊക്കെ കാര്യമായിട്ട് ഇങ്ങോട്ടാണ് വരില്ല. ഇതാണ് കേട്ടോ ചോലക്കൽ അങ്ങാടി. അപ്പോൾ ഈ ചോലക്കൽ അങ്ങാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു എന്താ പറയുക CM ഹോസ്പിറ്റൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിലേ അപ്പോൾ ഇത് കണ്ടില്ല, ശരിക്കും നല്ല ഒരുപാട് സൗകര്യങ്ങളുള്ളൊരു പഴയ വീട്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ എടുത്തൊക്കെ ഉണ്ട്. ക്ലിനിക്കാണ് കേട്ടോ ഇതിപ്പോൾ ക്ലിനിക്കായിട്ടാണ് പ്രവർത്തിക്കണത്. അപ്പോൾ ഇതാ അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു പഴയ മോഡൽ ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്തത്. ഇപ്പോൾ തന്നെ മൊസൈക്കാണ് കേട്ടത്. മൊസൈക്ക് എന്നൊക്കെ പറയില്ലേ, ഒരു ഉള്ളൊരു സംഭവം. അത് മൊസൈക്ക് കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യും. ഇപ്പോഴത്തെ തലമുറക്കൊന്നും ഇത് അറിയില്ല കേട്ടോ ഈ മൊസൈക്ക് എന്താണെന്നുള്ളത്. പലരും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. നമ്മളെ ഇതിനു മുമ്പ് കടപ്പ, മാർബിൾ, ഗ്രാനൈറ്റ്, ടൈൽസ് അതിൻ്റെയൊക്കെ മുമ്പായിട്ട് വന്നൊരു സംഭവമാണ് ഈ ഒരു മൊസൈക്ക് എന്ന് പറഞ്ഞ സംഭവം. നല്ല പണക്കാര വീടുകളിലൊക്കെ മാത്രം ഉപയോഗിക്കണം. കണ്ടില്ലേ, ഇവിടെയൊക്കെ കാവ്യാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. കാവ്യം ഇപ്പോൾ പലർക്കും അറിയില്ല. ഒരു കാലത്ത് കാവ്യയിൽ നല്ല ഡിസൈനൊക്കെ ഇങ്ങനെ കള്ളികളിലായി വരച്ചേക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ക്ലിനിക്കിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു പഴമയുടെ ഒരു ലുക്കാണ് കേട്ടോ. വാതിലുകളും ശരിക്കും നല്ല സൗകര്യം. കയറി വരുന്നത് റൂം, പിന്നെ ഒരു കോണി, വാതിലൊക്കെ നല്ല ഡിസൈന്, പിന്നെ നല്ല വിശാലമായ അടുക്കളൻ്റെ ഭാഗത്താണ് ഇങ്ങനെ കട്ടിലൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. പേഷ്യൻറ്റിനൊക്കെ ഗ്ലൂക്കോസ് ഏറ്റി കിടക്കാനും ഇതൊക്കെ ഉള്ളത്. ഇതൊരു പക്ഷേ കിച്ചണായിരിക്കും. റാക്കും കാര്യങ്ങളൊക്കെ അത് വാർത്തിട്ടുണ്ട്. വിശാലമായ ഡൈനിങ് ഹാൾ, പിന്നെ റൂമുകൾ ഇങ്ങനെ 4 ബെഡ്റൂം താഴെ തന്നെ ഉണ്ട് കേട്ടോ. ഈ 4 മുകളിലുണ്ടില്ലേ മേലാപ്പ്, എന്താ ഈ മാളിയപ്പരക്കൊക്കെ പണ്ടത്തുണ്ടാവില്ലേ ഒരു മരം കൊണ്ടുണ്ടാക്കിയ ആ ഒരു സംഭവം. അതുപോലെ വാതിൽമല കണ്ട് നല്ല പൂക്കളുടെ ഡിസൈനൊക്കെ മരത്തിൽ തന്നെ കൊത്തിയെടുത്തേക്കാണ്. അങ്ങനെ എല്ലാ വാതിലിനും അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു സൗകര്യമുള്ളൊരു വീടാണ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ വാതിലെ കണ്ടില്ലേ, പഴയ ആ മോഡലാണ് കേട്ടോ. അങ്ങനെ ഓരോ പീസ് ഇങ്ങനെ അടിയിലടിയിൽ വെച്ച് കൊടുത്ത ഒരു വാതിലാണല്ലോ. എൻ്റെ വീട്ടിലത്തെ വാതിൽ ഈ ഒരു മോഡലാണ്. ഏകദേശം 30 വർഷം മുമ്പത്തെ വാതിൽ. അതുപോലെ സ്റ്റെയർമലൊക്കെ ഇതാ മൊസൈക്കാണ് ഇട്ടിട്ടുള്ളത്. നല്ല കറുപ്പും വെള്ളയും പുള്ളികളുള്ള മൊസൈക്ക്. അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ CM ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് ബാത്റൂം കാര്യങ്ങൾ, സ്റ്റെയർ, മുകളിലൊക്കെ റൂമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പുറത്തുനിന്ന് കാണുന്നൊരു ലുക്ക് കേട്ടോ. നമ്മൾ കയറി വരുന്നിടത്ത് നല്ലൊരു സ്പേസ് അങ്ങനെ കേട്ടോ. ചെരുപ്പൊന്നും നനയില്ല. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഷീറ്റ് ഒന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനത്തെ പിന്നെ ഇട്ടതാണ് ഇവർ. മുകളിൽ നല്ലൊരു മട്ടുപ്പാവുണ്ട്. ഈ വീട് ആരുതാന്ന് ശരിക്കും അറിയില്ല. ഏതായാലും നല്ല അടിപൊളി, അന്ന് തന്നെ നല്ല പ്ലാനിങ് ഉള്ളൊരു വീടുണ്ട്. ഏകദേശം ഒരു 35-40 വർഷമൊക്കെ പഴക്കം ഉണ്ടായിരിക്കും ഈ ഒരു വീടിന്. എന്തൊക്കെ തന്നെയാലും നമ്മളിനി കുറച്ച് വെജിറ്റബിളൊക്കെ വാങ്ങാം, ഫ്രൂട്ട്സൊക്കെ വാങ്ങാനിച്ച് കണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഷോപ്പ്. ഈ ചോലക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഫ്രൂട്ട്സ് ആയിട്ടും വെജിറ്റബിൾ ആയിട്ടും ഫിഷ് ആയിട്ടും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ സഫമോൾ ആദ്യം തന്നെ ഇതങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റുകളൊക്കെ ആരെങ്കിലും പെട്ടെന്ന് വരുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ ചായൻ്റെ കൂടെ ഇരിച്ചിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് മിച്ചറോ അല്ലെങ്കിൽ ചിപ്സ് എന്തെങ്കിലും വാങ്ങാമെന്ന്. അങ്ങനെ 4-5 ഐറ്റംസ് മിച്ചറുകളുണ്ട്, അതുപോലെ അങ്ങനത്തെ ബിസ്ക്കറ്റുകളുണ്ട്. അപ്പോൾ എപ്പോഴും ഇത് ചായൻ്റെ ഒപ്പം കൊടുക്കാനൊക്കെ നല്ല ചിപ്സ് ആണല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ചിപ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട് നല്ല അതിമനോഹരമായ ഇങ്ങനെ കളറിങ്ങുള്ള നല്ല ജിലേബി കേട്ടോ. ജിലേബി നമ്മൾ നോക്കി ചിരിക്കുമ്പോൾ ഇതായി കേക്കും ഉണ്ട്. അതുപോലെ ഈ ടൈപ്സിലുള്ള കേക്ക് ഇതൊക്കെ നല്ല രസമാണ്. ഈ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതുപോലെ ഈത്തപ്പഴങ്ങളുണ്ട്, പിന്നെ കടലമുട്ടായി. ഇതൊക്കെ പിന്നെ നല്ലൊരു രസമാണല്ലോ. അതിങ്ങനെ എപ്പോഴെങ്കിലൊക്കെ തിന്നുമ്പോഴൊക്കെ. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇതൊക്കെ ഇങ്ങനെ വാങ്ങി തിന്നുന്നത്. അതുപോലെ ഈ ഒരു മിഠായി ഇത് കണ്ടോ നിങ്ങൾ, ബേക്കറി. പക്ഷേ ഈ ഒരു സംഭവം വാങ്ങാൻ ഒന്ന് വിചാരിച്ചു. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നല്ല പ്ലംസ് ഉണ്ട്,
അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട്. എന്തെങ്കിലും കുറച്ച് വാങ്ങാം. അതേപോലെ സഫമോള് പെട്ടെന്ന് വന്ന് ഇങ്ങനത്തെ കിൻഡർ ജോയിൻ്റെ മിഠായിൻ്റെ വെടുക്കാണ് കേട്ടോ. അവൾക്ക് ഇതൊക്കെ ഇങ്ങനെ തിന്നണം, ഇതൊക്കെ വാങ്ങണം, അതാണ് കേട്ടോ അവൾക്ക് ഇഷ്ടം. എന്തൊക്കെ തന്നെ ഇതാ നല്ല ചായയിൽ കുത്തി തിന്നാൻ പറ്റിയ നല്ല റിസ്ക് ഉണ്ട്. അതുപോലെ ഈ സംഭവങ്ങൾക്കറിയാം, പുളിയച്ചാറ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കുറച്ചും കൂടെ ചെറിയ പാക്കറ്റുള്ള പുളിയച്ചാർ, ഇതിൻ്റെ ചെറുതായിരുന്നു, ഇപ്പോൾ വലിയതായി വന്നിട്ടുള്ളത്. തിന്നോലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ ഈ ഒരു പുളിയച്ചാറ്. ഇത് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും തിന്നണോലും ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴത്തെ ദിവസം വാങ്ങിനു. അതേപോലെ ചെറിയ ടൈപ്സിലുള്ള നുറുക്കുക, അതേപോലെ പൂള ചിപ്സ്, അച്ചപ്പം, ഇതൊക്കെ ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചേക്കാണ്. ഇതൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കും. ഒരു പക്ഷേ പാക്കറ്റിലുള്ള സാധനത്തിനേക്കാൾ എടുക്കുന്നത് നല്ലത് അങ്ങനെയുള്ള കുപ്പിയിൽ. അത് നമ്മൾ ഫ്രഷ് ആയിരിക്കും, നല്ല പുതിയതായിരിക്കും കേട്ടോ. കാരണം പാക്കറ്റിലുള്ളതുപോലത്തെ ഒരു മിഠായി ഞാൻ നാളെ എടുത്തിട്ടേ, മിഠായി അല്ല അങ്ങനത്തെ ഒരു ബേക്കറി എടുത്തിട്ട് തണുത്തിരുന്നത്, ഒരു രസം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ സഫമോള് ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും അവൾ കഴിക്കൊന്നുമില്ല. അവൾക്ക് മിഠായി കേട്ടോ, മിഠായി എത്ര തിന്നാലും മതിയാവില്ല. അങ്ങനെ കേട്ടോ അവൾക്ക് ഇഷ്ടം. എപ്പോഴൊരു മിഠായിൻ്റെ ആളാണ്. അത് കുറേ ഇങ്ങനെ തിന്നു. അത് തിന്നിട്ട് തന്നെ ഭക്ഷണം തീരെ കഴിക്കൂല കേട്ടോ. ഭക്ഷണം കഴിക്കായിട്ട് തന്നെ അവളെ വയസ്സിനുള്ള വെയിറ്റും ഒന്നും ഓളില്ല. അപ്പം എന്തൊക്കെ തന്നെ ആയാലും ഓൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു. ഒരു ഒജീൻ കഫേ എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട് കേട്ടോ, ഇവിടെ ചോലക്ക് തന്നെ ഉള്ളതാണ്. ഈ ഒരു കഫേയിൽ വെച്ച് എല്ലാ ഐറ്റംസും ഇങ്ങനെ സ്നാക്ക്, ഈവനിങ് സ്നാക്ക് കിട്ടും. അതുപോലെ തന്നെ മന്തി ഉണ്ടാവും, അതുപോലെ ഷവായ, ഹുബൂസ്, അങ്ങനത്തെ സംഭവങ്ങളുണ്ട് കേട്ടോ. നല്ല പോക്കറ്റ് ഷവർമ ഉണ്ട്, അതുപോലെ തന്നെ കട്ട്ലറ്റ് ഉണ്ട്, അതേപോലെ എഗ് ഫില്ലിങ്, സമൂസ, കിളിക്കൂട്, മുട്ട ബജി, ചിക്കൻ റോള്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സഫമോൾക്ക് ഇനിയിപ്പോൾ എന്താ, ഓൾക്കൊന്നും പറ്റുന്നില്ല. ഒരു ഈത്തപ്പഴ ജ്യൂസെങ്കിലും വാങ്ങിക്കൊടുത്താൽ എന്തെങ്കിലും പള്ളിയൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഓള് വേറെ എന്തൊക്കെയാണ് പറഞ്ഞു, പക്ഷേ കുടിക്കൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെ തന്നെയല്ല, ഞാൻ ഒരു ചായ ഓർഡർ ചെയ്തിട്ടോ. എനിക്കൊരു ചായ മതി എന്ന് പറഞ്ഞു. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു ചായ അല്ല നല്ലത്, അതൊരു മധുരം കുറവ് ചായ കേട്ടോ. അപ്പോൾ ഷുഗറൊക്കെ ആയതുകൊണ്ട് മധുരം ഒന്നും കൂടുതൽ. ഞാൻ ഒരു എഗ് ഫില്ല് കൊടുത്തിട്ടോ. ഇത് വയനാട്ടിലത്തെ ഒരു എഗ് ഫില്ലിൻ്റെ കഥ ഞാൻ പറഞ്ഞിരുന്നില്ല, അത് നല്ല അടിപൊളിയാണ്. അപ്പോൾ സഫമോൾ എന്തൊക്കെ തന്നെയായാലും ഒരു കട്ട്ലറ്റാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഞാനൊരു സാധാ ചായ ഇതേപോലെ ഫില്ല്, എനിക്ക് എഗ്ഗുള്ളതാണ് കേട്ടോ ഇഷ്ടം. മറ്റേ ചിക്കനേക്കാളൊക്കെ ഇഷ്ടം എനിക്ക് എഗ്ഗുള്ള ഐറ്റംസാണ്. അങ്ങനെ അതൊന്നും ടേസ്റ്റ് എല്ലാം മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ സഫമോൾക്ക് ഇതാ ഒരു ഈത്തപ്പഴ ജ്യൂസാണ് കൊണ്ടുപോയി കൊടുത്തത്. അതും തണുപ്പ് കുറച്ചിട്ടാണ് എടുക്കാൻ പറഞ്ഞത്. തണുപ്പ് തീരെ വേണ്ട എന്ന് പറഞ്ഞു. നല്ല ഐസ് ഇട്ടാണ് അടിച്ചല്ലോ, പോലെ ഒന്ന് പാലിൻ്റെ തണുപ്പുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ തന്നെയാലും സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം തന്നെ ഒന്നും കഴിച്ചിട്ടും ഇല്ലേനു. അപ്പോൾ പിന്നെ ഓൾക്കിത് വാങ്ങിക്കൊടുത്തു കേട്ടോ. എന്നാൽ ഓൾ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമിൻ്റെ അടുത്താണ് നോക്കിക്കിരുന്നത് കേട്ടോ. ഐസ്ക്രീമൊന്നും കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ ഇതാണ് ഇവിടുത്തെ ചോലക്കൽ അങ്ങാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി കുറച്ച് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ എത്തിയപ്പോൾ നല്ല അയക്കോറ, ആവൂലിയൊക്കെ നല്ല അടിപൊളി വില കുറവിലുണ്ട് കേട്ടോ. എനിക്ക് ഈ മീൻ ഇങ്ങനെ കാണുമ്പോഴേ ഭയങ്കര രസമാണ്, ഇങ്ങനെ നോക്കിക്കാൻ തോന്നും. നല്ല കിളിമീൻ, കോര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പല ഐറ്റംസിലുള്ള മീനുകളുണ്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടിലുണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇതിങ്ങനെ കവറിൽ കൊടുന്ന് വെക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാകണം, ഒരു വളം ഇടാത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ നിന്നപ്പോൾ സമയത്ത് ഇരുട്ടായിക്കുണ്ട്. സഫമോൾ ഇപ്പോൾ ഇതാ ആ ബൈക്കിൽ തന്നെ ഇരിക്കുകയാണ്. അവൾ കണ്ടില്ല, നല്ല ഇരുട്ടായി തുടങ്ങിയിരിക്കണ്. അവൾ അവിടെ തന്നെ ഇരുന്നൊക്കെയാണ്. കുറച്ച് ഇപ്പുറത്ത് തന്നെ വെജിറ്റബിൾ ഉണ്ട്. വെജിറ്റബിളൊന്നും ഇല്ല കേട്ടോ, ഒക്കെ കഴിഞ്ഞതിന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല വെജിറ്റബിൾ ഇഷ്ടംപോലെ എല്ലാ വെറൈറ്റിയും കിട്ടും കേട്ടോ. നല്ല എന്താ പറയുക, മഞ്ചേരി അങ്ങാടിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ചോലക്ക് തന്നെ ഇവിടെ ഇഷ്ടംപോലെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അങ്ങനെ 2 ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിട്ടോ. നല്ല നല്ല മധുരമുള്ള പഴുത്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മീൻ വാങ്ങുന്നിടത്ത് കണ്ടില്ലേ ഇപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെജിറ്റബിൾ വാങ്ങട്ടെ വിചാരിച്ച് വന്നു. വെജിറ്റബിൾ എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ചക്കരക്കിഴങ്ങുണ്ട്, അതേപോലെ തന്നെ ചുവന്നുള്ളി, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. വില കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര വില കുറവൊന്നും ഉണ്ടാവില്ല, എന്നാലും സാധനം നല്ല ഉണ്ട്. എല്ലാ സാധനം നല്ല ഫ്രഷ് സാധനമായിരിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ ബുധനാഴ്ച ഇവിടുന്ന് വാങ്ങലുണ്ട്. നല്ല അടിപൊളി നല്ല ഫ്രഷ് സാധനം നമുക്ക് കിട്ടും. അങ്ങനെ കേടൊന്നും ആവൂല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് എന്തെങ്കിലും വെജിറ്റബിളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആവശ്യമുള്ള കുറച്ചൊക്കെ ഞങ്ങൾ എടുത്തു.
വെജിറ്റബിളും വാങ്ങി ഇതാ സമയം ഏകദേശം മഗ്‌രിബാങ്ക് കൊടുത്തുട്ടോ, നല്ല ഇരുട്ടേക്കണ്. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഷിഫുവിനൊരു ഷവർമ്മ മതി എന്ന് പറഞ്ഞപ്പോൾ ഓൾക്കൊരു ഷവർമ്മ പാർസൽ കൊടുന്നേന് കേട്ടോ. ഒറ്റ പീസ് വാങ്ങിയിട്ടുള്ളതിനു. എന്തൊക്കെ തന്നെയാലും വീട്ടിലെത്തി അത് അവൾക്ക് കൊടുത്തു. പിറ്റേന്ന് ഞങ്ങൾ പുതുപ്പറമ്പിലേക്ക് പോവുകയാണ് കേട്ടോ. പുതുപ്പറമ്പിലേക്ക് പോവുകയാണ്. അപ്പം ഉമ്മാൻ്റെ പാസ്പോർട്ട് പുതുക്കാൻ വേണ്ടിയിട്ട് മലപ്പുറം പാസ്പോർട്ട് ഓഫീസിലേക്ക് അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. മലപ്പുറത്തേക്ക് ഉപ്പയമ്മയും വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോയാൽ അവിടെ ഇറങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ ജാംജൂമിൽ അവരുണ്ടെന്ന്, പാസ്പോർട്ട് പുതുക്കലേ കഴിഞ്ഞ് ജാംജൂമിൽ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മലപ്പുറത്തേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബൈപ്പാസിലാണ് പോയാൽ പുതിയ ജാംജൂം അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എവിടെയാണ് പുതിയ ജാംജൂം എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൂരെ നിന്നും ജാംജൂമിൻ്റെ ബോർഡ് കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും സ്കൂളിൽ നിന്ന് പരിപാടിയാണ്, ഒപ്പന ഉണ്ടാവും. +2കാരതാണ് കേട്ടോ. ഇന്നലെ നല്ല പരിപാടി ഉണ്ടായിരുന്നു സ്കൂളിൽ, മറ്റേ ഹൈസ്കൂളിൻ്റെ പരിപാടി. പക്ഷേ എന്തൊക്കെ തന്നെയായാലും സ്കൂളിലത്തെ പരിപാടിയും കാണാൻ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നാളെ ആണെങ്കിൽ മദ്രസയിലെ വെള്ളി ആയതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പോരലുണ്ടായത്. ഞാനും സഫമോളും മാത്രമേ ഉള്ളൂ കേട്ടോ. മുത്ത് കണ്ണൂരാണ്, പഠിക്കുന്നോട് തന്നെയാണ്. ഷിഫു പിന്നെ കൊണ്ടോട്ടിയിൽ നിന്ന് അങ്ങോട്ട് ചിലപ്പോൾ അവൾക്ക് വന്നാൽ മതി. അങ്ങനെ ജാംജൂം എത്തിയിട്ടോ. ജാംജൂം ഇത് അവിടെ നിന്ന് തന്നെ കാണുന്നുണ്ട്. കുറച്ച് ദൂരെയാണ്. അങ്ങനെ സൂം ചെയ്ത് പിടിച്ചപ്പോൾ അടുത്തുള്ള പോലെ തോന്നുകയാണ്. ജാംജൂമിൽ അകത്ത് ഞാൻ ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ നിങ്ങൾ എവിടെയാണ് ജാംജൂമിൽ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾ അകത്തുണ്ട്, ഇങ്ങോട്ട് കയറി പോരീന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങളെ വണ്ടി ഇവിടെ നിന്ന് സൈഡാക്കിയിട്ടേ ഞങ്ങൾ ജാംജൂമുക്ക് എന്തൊക്കെയോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തോ അറിയില്ല. എന്തായാലും ഞാൻ ജാംജൂമുക്ക് കുറച്ച് മുമ്പ് പോയതാണ്. ഇതിനുള്ളിലേക്ക് ഞാൻ കയറിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ അപ്പുറത്തുള്ള അതിൽ കയറിയിരിക്കണം. അങ്ങനെ ഞങ്ങളിതാ വണ്ടി സൈഡാക്കി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി നേരെ അതാ ജാംജൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു കാറിനത് എല്ലാവരും കൂടി ഇങ്ങനെ തള്ളി കയറ്റണം. എന്താ സംഭവം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് മക്കളെ ജാംജൂം. എല്ലാവരും പോയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ കയറി ഉപ്പയും ഉമ്മയും അന്വേഷിക്കണ്ട. ഉമ്മയെ കണ്ടുപിട്ടി ഉപ്പയും കണ്ടുപിട്ടിട്ടാണ്. അപ്പോൾ ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലാക്കൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ കണ്ട് കയറി ചെന്നത്. കണ്ടുമുട്ടി. അങ്ങനെ ഉമ്മ ഇപ്പം അനിയത്തിൻ്റെ വലിയ കുട്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് പാസ്പോർട്ട് ഓഫീസിക്ക്. അങ്ങനെ ഇവിടുത്തെ എക്സലേറ്ററിൽ കയറിയാണ് നമ്മൾ മുകളിലേക്ക് ഒന്ന് പോയി നോക്കണം. അവിടെ പാത്രങ്ങളുടെ ഒക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ ജാംജൂമിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടാ. ഏതൊക്കെ ഉള്ളതെന്ന് പോയി നോക്കാം. കാരണം മഞ്ചേരി ബിസ്മിയിലും ബഡ്ജറ്റ് അങ്ങനെ പല സൂപ്പർ മാർക്കറ്റിലും ഉള്ളതൊക്കെ ആണോ, വിലക്ക് എങ്ങനെയൊക്കെ നമുക്ക് നോക്കാമല്ലോ. എന്തൊക്കെ തന്നെയാലും ഞങ്ങൾ മുകളിലെത്തിയപ്പോൾ നല്ല സെറാമിക് കളക്ഷൻസിൻ്റെ ഭാഗത്താണ് കേട്ടോ എത്തിയത്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് നമ്മൾ ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ ചായക്കടയൊക്കെ കൊടുക്കാൻ പറ്റിയ ചെറിയൊരു ഐറ്റംസ് എന്തെങ്കിലും പാത്രം വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഇഷ്ടം പോലെ. പിന്നെ അതുപോലെ പ്ലാന്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ചെടികൾ കണ്ടാൽ ഞാൻ എപ്പോഴും നോക്കും കേട്ടോ. നല്ല അതിമനോഹരമായ പൂക്കൾ, ചെടികൾ ഒക്കെ ഇങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെയൊക്കെ ഒരുപാട് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസാണ്. എല്ലാ സംഭവവും ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്തേക്കാണ് നമ്മൾ വരിക. അങ്ങനെ നല്ല വെറൈറ്റി ഐറ്റംസിലുള്ളുണ്ട്. അപ്പോൾ ഇപ്പം പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ ആയിക്കൊണ്ട് ബാസ്ക്കറ്റ് ഫുള്ളേക്കാണ്. നല്ല ചപ്പാത്തി ഇട്ടു, നല്ല നാടൻ ചപ്പാത്തി, നമ്മൾ പരത്തിയ പോലത്തെ ചപ്പാത്തി ഉണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ ബില്ലാക്കി തുടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ മുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി. ഞാൻ വീഡിയോ ഒന്നും വല്ലാതെ എടുത്തിട്ടില്ല കേട്ടോ. ഒരുപാട് എല്ലാ സംഭവങ്ങളുണ്ട്, അതിപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇപ്പം അതാ കർമ്മത്തി വരെ വാങ്ങിക്കുന്നുണ്ട്. അതിന് കർമൂസ, കർമ്മത്തി എന്നൊക്കെ പല ഭാഗത്തും പറയുമല്ലോ. ഈ ഒരു സംഭവം വീട്ടിലുള്ള നമ്മുടെ നാട്ടിലത്തെ നാടൻ സാധനമാണ്. അതേപോലെ നല്ല സൺഫ്ലവർ ഓയിലിൻ്റെ 2 ലിറ്ററിൻ്റെ ഒരു കുപ്പി വാങ്ങിയിട്ട് നല്ല അന്ന് ആങ്ങളെ ഗൾഫിൽ നിന്നപ്പോൾ ഇതുപോലെ തെളിഞ്ഞൊരു ഓയിൽ കൊടുന്നിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അതുപോലെ തോന്നിയിട്ട് അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ കുഞ്ഞൊക്കെ വിളിക്കുക തോന്നുന്നുണ്ട്. കാര്യപ്പെട്ടെന്തോ പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും ബില്ലിങ് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ. പിന്നെ കുഞ്ഞോളെ കുട്ടിക്ക് മദ്രസയിൽ ഘോഷയാത്ര ഉണ്ട്. പ്രീ സ്കൂളിൻ്റെ 3.5 വയസ്സായ കുട്ടികൾ അതിനെന്തൊരു ഷർട്ടോ വെള്ള ജുബ്ബ എന്തോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ വല്ലാത്തൊരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ലക്കി ഡ്രോ വിന്നറാകാൻ വേണ്ടി സഫമോൾ ഇത് ഏന്തി വലിഞ്ഞ് ആ ഒരു ഓട്ടേക്കത് എത്തുന്നില്ല. ഈ കുട്ടിക്ക് എത്തുന്നില്ല. അങ്ങനെ അത് ഉപ്പ അവളെ പൊന്തിച്ച്
കാറ് ബൈക്കും വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. നമ്മൾ 99 രൂപക്ക് പർച്ചേസ് ചെയ്താലാണ് കേട്ടത് കിട്ടുന്നത്. നമുക്ക് പിടിച്ചാണിമാ. അപ്പോൾ ഗൈസ് അതാണ് കേട്ടോ സമ്മാനത്തിൻ്റെ കാറ്. വാഗനറാണ്, നമ്മൾ അതേ വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ നല്ലൊരു സ്കൂട്ടി ഉണ്ട് കേട്ടോ ഇവിടെ. സ്കൂട്ടി കിട്ടിയാൽ അടിപൊളിയായിരിക്കും. സ്കൂട്ടി ഉണ്ട്, കാറും ഉണ്ട്. എന്തൊക്കെ തന്നെയാലും ആരാന്നാവും ആ ഒരു വിന്നർ കേട്ടോ. ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഇത് കിട്ടട്ടെ കേട്ടോ. എന്തൊക്കെ തന്നെയാലും ഇതാ നമ്മൾ പോകുന്ന വഴിയിലും മീലാദ് റാലിയുടെ വരവേൽപ്പിനായുള്ള മീലാദിനെ വരവേറ്റ അരങ്ങുകളെ കുറേ കണ്ടു. അങ്ങനെ GHS പുതുപ്പറമ്പിലെത്തി. ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. ഇവിടെ നല്ല കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കലാമേളയാണ് കേട്ടോ. +2കാരതാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും ആകാംക്ഷയുടെ ഒപ്പനക്കൊക്കെ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഗസ്റ്റ് വന്നിരുന്നു ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും ഒരുപാട് രക്ഷിതാക്കളും കുട്ടികളൊക്കെ ആയിട്ട് പരിപാടി ഇങ്ങനെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഒപ്പന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒപ്പന കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവതരിപ്പിച്ച ഒപ്പനയും കാര്യങ്ങളൊക്കെ നമ്മുടെ മലപ്പുറം മുത്ത് യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണണം എന്നുള്ളവർ ഒന്ന് വന്ന് നോക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.